ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ AR ഹാൻഡ്ലൂംസിലാണ്. കുത്താമ്പുള്ളിയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരണം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് AR ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുത്താമ്പുള്ളിയിലുള്ള ഒരു കടയാണ്. ഭയങ്കര നെയ്ത്തിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഇതിൻ്റെ സർവീസും അടിപൊളിയാണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയി ഇതിൻ്റെ കളക്ഷൻസ് ഒക്കെ നോക്കുകയാണ്. ഫസ്റ്റ് ആദികുട്ടനാണ് നോക്കിയത്. പിന്നെ പറഞ്ഞാൽ ഇവിടുത്തെ തിരക്കാണ് ഞാൻ കാണിക്കുന്നത്. അടിപൊളിയായിരുന്നു, നല്ല തിരക്കായിരുന്നു. കാരണം അത്രയും ആൾക്കാരവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മൾ അച്ഛനൊരു ഷർട്ട് നോക്കി, പിന്നെ അതവിടെ ഇട്ട് നോക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ വെറുതെ വീഡിയോ എടുത്ത് കളിക്കായിരുന്നു. ഇതെൻ്റെ ഷോർട്സിലേക്കുള്ള വീഡിയോസാണ് കേട്ടോ. ഇതറിയാതെ കയറിപ്പോയതാണ്. അപ്പം ഞാൻ വോയിസ് ഓവർ എടുത്തു എന്നുള്ളൂ. പിന്നെ ഈ ഒരു സാരി അടിപൊളിയായിരുന്നു. കറക്റ്റ് പീക്കോക്ക് അവിടെ ഉള്ള പോലെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ലാസ്റ്റിലുള്ളൊരു വീഡിയോ ആണ് AR ഹാൻഡ്ലൂംസിൻ്റെ. പിന്നെ ഈ ഒരു തെയ്യത്തിൻ്റെ അത് ഞാൻ ആ പീക്കോക്കിൻ്റെ കൂടെ എടുത്തതാണ്. ഇതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ, അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ആ പീക്കോക്കിൻ്റെ സാരിയുടെ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഫുള്ളായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് പീക്കോക്കിൻ്റെ സാരി നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മോട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എടുത്തോ എന്ന്. പക്ഷെ അമ്മ അതെടുത്തില്ല ഗൈസ്. അമ്മ വേറൊരു സെറ്റ് മുണ്ടായിരുന്നു നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ആയിക്ക് തന്നെ എത്തി. ദെൻ പിന്നെ നമ്മൾ ആ സാരി അവിടെ കൊടുത്തു, അവിടെ എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ആദ്യം പോയതാണ്, എന്നിട്ട് ഒന്നും കൂടെ പോയി. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് നേരെ പോയിട്ട് കുറേ കളക്ഷനായിരുന്നു. ഞാനിതിൻ്റെ നിറയെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോർട്രേറ്റിലെടുത്ത എല്ലാ വീഡിയോസും എൻ്റെ ഷോർട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. വൈകാതെ ഞാനിടും. ഇതെല്ലാം കൂടെ ഒരു പാർട്ടാക്കി ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 പാർട്ടാക്കിയിട്ട് വരെ നമ്മളിടും കേട്ടോ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആദികുട്ടിന് പറ്റിയ ഷർട്ടുകളൊക്കെയാണ്. ഇത് കോംബോ ആണ് കേട്ടോ. ഷർട്ടും അതേപോലെ അതിൻ്റെ എല്ലാ മുണ്ടും അതിൽ ഉണ്ടാവും. ഒരു കവറിൽ അതിൻ്റെ 2ൻ്റെ സെറ്റായിട്ടുണ്ടാവും. നമ്മൾ ആദികുട്ടന് വേറൊരു കളർ, വയലറ്റ് പോലത്തെ ഒരു കളറാണ് എടുത്തത്. അമ്മയ്ക്കും അതേ കളറാണ് എടുത്തത്. അച്ഛന് ഞങ്ങൾ വേറെയാണ് സെലക്ട് ചെയ്തത്. ഇതാണ്ടോ, ഒരുപാട് സെലക്ഷൻ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, അത്രയും സെലക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓരോ കളറിലുള്ള കോഡാണ് തോന്നുന്നത്. കണ്ടോ, ഓരോ കളർ കോഡ് വെച്ചിട്ട് ഇവർ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. അമ്മ ഒരു വയലറ്റ് എടുത്ത് നോക്കി, അതല്ല കേട്ടോ എടുത്തത്. എന്നിട്ട് അതവിടെ തന്നെ വെച്ചു. അങ്ങനെ ചിലത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ചിലത് ഇഷ്ടമാവും. അത് ഓരോരുത്തരുടെ സെലക്ഷൻ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മൾ അച്ഛനൊരു ഷർട്ട് എടുത്തു. ഇട്ട് നോക്കിയത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതുപോലെ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ തുണി നോക്കാൻ വന്നതാണ് അമ്മയ്ക്ക്. അവിടുന്ന് കിട്ടിയില്ല കേട്ടോ. അത് ബ്ലൗസിൻ്റെ തുണി അത് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് അതും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഒരു ഡ്രസ്സ് നോക്കാൻ വന്നതാണ്. അത് സെറ്റായില്ല. അത് കാരണം എൻ്റെ സൈസിനുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല സ്റ്റോക്ക്. ദെൻ നമ്മളൊരു പച്ച സെറ്റും കൊണ്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെട്ടു. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് അമ്മ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ എനിക്ക് ചിലത് ഇഷ്ടപ്പെട്ടു, അത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാവരും വീണ്ടും ഒന്നും കൂടെ നടന്നു. ഇതാണ്ടോ, സെറ്റ് മുണ്ട് ഒരു രക്ഷയില്ല, കണ്ണ് മൊത്തം സെറ്റ് മുണ്ടാണ്. ഈ ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണമാണ് ഇത് ചാടി കളിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട. വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇതുണ്ടോ, അവിടെയൊക്കെ ഒരു ഗ്യാപ്പാണ് തോന്നും, പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ സെറ്റ് മുണ്ടുണ്ട്. ആദ്യക്കൂട്ടം വെറുതെ ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ. ഇനി നമ്മൾ നേരെ നടന്നു ഗൈസ്. എന്നിട്ട് നമ്മുടെ വേറെ സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. ഇത് ഒരുപാടുണ്ട്. അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ കുറച്ച് സെറ്റ് മുണ്ടുകളാണ്. ഞാൻ പറഞ്ഞില്ലേ ഓർഡർ ആക്കിയിട്ടില്ല എന്ന്. മുകളിലത്തെ സെറ്റ് മുണ്ട് താഴത്തേക്ക് വന്നതാണ്. അതായത് ഈ വീഡിയോയിൽ അങ്ങനെ വന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ARൽ നിങ്ങൾ ഒരു വട്ടെങ്കിലും എന്തായാലും വരണം. അടിപൊളി കളക്ഷൻസാണ്. അതുപോലെ നല്ല റേറ്റ് കുറവും ഉണ്ട് കേട്ടോ, നല്ല വിലക്കുറവുണ്ട്. പിന്നെ ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ARൽ വരുന്നത്. ഇങ്ങനെ ഒരു പുതിയ ഷോപ്പാക്കിയിട്ട് ഞാൻ പിന്നെ വന്നിട്ടില്ല കേട്ടോ. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്. പിന്നെ മുമ്പത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് ഒരു വട്ടം. അങ്ങനെ 2 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്.
അവിടെയും ഇതേമാതിരി തന്നെയായിരുന്നു, നല്ല കളക്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ വലിയൊരു ബിൽഡിംഗ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. സ്ഥലം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, പക്ഷെ കുറച്ച് കിലോമീറ്റർ പോകേണ്ടതുള്ളൂ കേട്ടോ അവിടുന്ന്. ദെൻ നമ്മൾ വീണ്ടും നടന്നു പോവുകയാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ അല്ല ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ആദ്യക്കുട്ടൻ അവിടെ നിന്ന് കാണിക്കുന്നത് ഇതെൻ്റെ റീൽസിലേക്കുള്ള സാധനമാണ്. ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ എഡിറ്റിങ് എല്ലാ പരിപാടികളും ഞാനാണ് ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ബില്ലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെടുത്ത കുറച്ച് വീഡിയോസാണ് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.